കോക്രോച്ച് പാർട്ടി ഇപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട അജണ്ടയായി. ഓൺലൈനിൽ ഇതിനെ ഉയർത്തുന്നുണ്ട്, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളത്. പ്രതിപക്ഷവും സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ സമരം ഉയർന്നു വരാത്തത് എന്തുകൊണ്ടാണ്? നമ്മളിവിടെയും കാണുന്നില്ല അങ്ങനെ. SFI തുടക്കത്തിലൂടെയൊക്കെ സമരം നടത്തിയിരുന്നു. രാജ്യവ്യാപകമായ സമരം ഉണ്ടാവുന്നില്ല. അതായത് ഈ ജനങ്ങളെ മൊബൈലൈസ് ചെയ്യാൻ പറ്റാത്ത പ്രതിപക്ഷമാണ് യഥാർത്ഥത്തിൽ BJPയുടെയും നരേന്ദ്രമോദിയുടെ ഐശ്വര്യം എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. രണ്ടാമത്തെ കാര്യം പെട്രോൾ വില വർധനയാണ്. ഇപ്പോൾ പെട്രോൾ വില വർധനയെക്കുറിച്ച് സംസാരിച്ച് അതിനെതിരെ രോഷം കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മടുത്തിട്ടുണ്ട്. അവിടെയും ഒരു രാഷ്ട്രീയമായ പ്രൊട്ടസ്റ്റ് ഉയർന്നു വരുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, UPA സർക്കാരിൻ്റെ അടുത്ത് പെട്രോൾ വില വർദ്ധിക്കുമ്പോൾ ചക്രം ഉരുട്ടിക്കൊണ്ടും സ്കൂട്ടർ തള്ളിക്കൊണ്ടുമൊക്കെ സമരം ചെയ്ത BJP നേതാക്കളുടെ ചിത്രം എപ്പോഴും നമ്മൾ മനസ്സിൽ, സ്മൃതി ഇറാനി മുതൽ V മുരളീധരൻ വരെ അത് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ അങ്ങനൊരു സീൻ, രാഹുൽ ഗാന്ധി അതിൻ്റെ സ്ട്രീറ്റിൽ പ്രൊട്ടസ്റ്റ് ചെയ്ത് നമ്മൾ കാണുന്നില്ല. അദ്ദേഹം പ്രസ്താവന ഇറക്കുന്നുണ്ട്, Xൽ എഴുതുന്നുണ്ട്. പ്രതിപക്ഷ കക്ഷിയിൽ ആരുമില്ല, സമരം ചെയ്യാനില്ല. ഇതിൽ ആളുകൾക്ക് പ്രശ്നമുണ്ടെന്നേ. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ലോകത്തെ ഏറ്റവും കൂടുതൽ ഫ്യൂവലിന് ടാക്സ് പിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയേക്കാൾ പെട്രോൾ വില കൂടിയ രാജ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് യൂറോപ്പിലെ ചില നോർഡിക് രാജ്യങ്ങൾ, നോർവേ പോലുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർ പെട്രോൾ ടാക്സ് ചെയ്യുന്നത് എന്തിനാണ്? പെട്രോളിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയാണ്. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുള്ള അതൊരു ലക്ഷറി ടാക്സ് ആക്കി മാറ്റി. പെട്രോൾ അടിക്കുന്നത് വലിയ ലക്ഷറി ആക്കി കണക്കാക്കിക്കൊണ്ട് അതിന് ടാക്സ് വർദ്ധിപ്പിക്കും. അപ്പോൾ ആൾക്കാർ ഉപയോഗം കുറയ്ക്കും, വണ്ടി കുറച്ചിറക്കും. അതിനുവേണ്ടിയാണ് അവരെ ചെയ്യുന്നത്. പക്ഷേ ഏഷ്യയുടെ അവസ്ഥ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ ടാക്സ് ടെററിസമാണ് നടക്കുന്നത്.